ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് വിഷമമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. വിഷമത്തിന് കാരണം വേറെ ഒന്നുമല്ല. ഇവിടെ നല്ല ദുമ്മഞ്ചക്ക പോലത്തെ എലികളുണ്ട്. അപ്പോൾ അവറ്റകൾ സാധാരണ ഇങ്ങനെ ഇളക്കി മറിച്ചിടുന്നത് പതിവാണ്. ചെടികളിങ്ങനെ മാന്തി മാന്തി വേരെല്ലാം പുറത്ത് ചാടി അല്ലെങ്കിൽ പിഴുതിട്ടാക്കും. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്, ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതാണ് ഒരു ചെടി. നമ്മുടെ ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളർ ലീഫ് വരുന്ന ഈ ഒരു ചെടി. ഞാൻ ഇതിൻ്റെ പോട്ട് ചെയ്യണതും നട്ടൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന് ചൂട് ഭാഗം വരെ കടിച്ചു മുറിച്ചിട്ടേക്കുവാണ്. ഇതിനി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടേ, ഇത്രയും കടിച്ചു മുറിച്ചിട്ടുണ്ട്. ഒരു പാതി വെച്ചെങ്കിൽ അവർ കട്ട് ചെയ്തിട്ടിരുന്നെങ്കിൽ ഇത്രയും വിഷമം തോന്നില്ലായിരുന്നു. നോക്കിക്കേ, എല്ലാം കടിച്ചു മുറിച്ചിട്ടേക്കുക. ഈ ദുമ്മഞ്ചക്ക പോലെ ഇരിക്കുന്ന വലിയ വലിയ സൈസ് എലികളാണ് ഈ ശല്യം ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു കളർഫുൾ കോമ്പിനേഷൻ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ബട്ടർഫ്ലൈയുടെ പ്ലാന്റും ഇത് യെല്ലോ, ഗ്രീൻ, റെഡ്, പിങ്ക് അങ്ങനെ പല കളേഴ്സ് ഒരുമിച്ച് നട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷേ ഇത് ഇന്നത്തെ ദിവസം ഭയങ്കര വിഷമം തോന്നി. ഇത് എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്തിരുന്നു. അടുക്ക് പറ്റിൽ നമ്മുടെ സ്റ്റാർ മില്യൺ സ്റ്റാർസ് അത് ദൂരെയുള്ള വ്യൂ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ദൂരത്തു നിന്നുള്ള വ്യൂ. എപ്പോഴും നല്ല ഫ്ലവറോട് കൂടി നിൽക്കുന്ന ഒരു ചെടിയാണ്. കുഞ്ഞനാണ്, ആൾ കുഞ്ഞനാണ്, പക്ഷേ കട്ട് ചെയ്ത് വലുതായി ഇങ്ങനെ ബുഷിയായിട്ട് എടുക്കാൻ പറ്റും അതിന്. പെൻഡാസിൻ്റെ ഡാർക്ക് പർപ്പിളാണ് കേട്ടോ. ഇപ്പോൾ വസന്തകാലം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും അത്യാവശ്യം നല്ലോണം പൂ പിടിക്കുന്നുണ്ട്. എനിക്ക് താഴെ എന്ന് പറയുന്നത് വെയിലില്ല. ഈ ഒരു സൈഡിലെന്ന് പറയുന്നത് വെയിൽ വളരെ കുറവാണ്. വസന്തകാലം ആയതുകൊണ്ട് തന്നെ പെൻഡാസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ തരുന്നുണ്ട്. വളരെ ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ്. എനിക്കിവിടെ രാവിലെ മാത്രമുള്ള വെയിലാണ് ഇവർക്ക് കിട്ടുന്നത്. എന്നിട്ടും നല്ലവണ്ണം പൂക്കൾ വരുന്നുണ്ട്. അപ്പോൾ പ്രൊപ്പഗേഷന് വളരെ ഈസിയാണ്. കമ്പ് കുത്തി മുളപ്പിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ തലകൾ ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി ഒതുക്കിയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തേക്കും ഒരു സൈഡിൽ ഈ ഒരു തുമ്പർജിയ ഡാർക്ക് ബ്ലൂ നാടൻ വെറൈറ്റി തുമ്പർജിയ ചെടി ഇങ്ങനെ കാട് പോലെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ലെക്കാണ് കേട്ടോ. എൻ്റെ മുറ്റത്ത് ഇത്രയും വെയിലില്ലാത്തൊരു സ്ഥലമായിരുന്നിട്ട് കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ തരുന്നുണ്ട്. ഈ കിളിക്കോട്ട് സൈഡിലൊന്നും ഒട്ടും വെയിലില്ല, ഒട്ടുമേ വെയിലില്ലാത്ത ഒരു പോർഷനാണ്. എന്നിട്ട് കൂടി എന്താ പൂക്കളൊക്കെ ഈ വെയിൽ വരാത്ത സ്ഥലത്ത് വരെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി പൂവുണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. നമ്മുടെ ആത്മാർത്ഥത കാരണമായിരിക്കും ഇവരിങ്ങനെ പൂവുണ്ടാക്കി തരുന്നത്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എലികളുടെ കാര്യം നോക്കി, എലി ചെയ്തത് മറ്റൊരു ഉപകാരമാണ്. ഇത് നല്ലൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മുടെ കുരുമുളകിൻ്റെ ഇല പോലെ ഇരിക്കും. അതിനെ എലി മൊത്തത്തിൽ ചുവട് പിഴുതിട്ടിരുന്നു. പിഴുതിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു, ഉണങ്ങിപ്പോയി.